നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഗൾഫ് വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. സൗദിയിൽ ഇന്ന് 1019 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. സൗദി ആരോഗ്യ മന്ത്രാലയത്തിന്റെ പ്രതിദിന റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 30 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. ഇതോടെ കൊറോണ ബാധിച്ച് മരിച്ചവരുടെ മൊത്തം എണ്ണം 3785 ആയി. ഇന്ന് 1019 പേർക്ക് കോവിഡ് റിപ്പോർട്ട് ചെയ്തപ്പോൾ 1310 പേർ രോഗമുക്തി നേടി. ഇതോടെ മൊത്തം രോഗബാധിതർ 3,11,855 ആയി ഉയർന്നു. ഇതിൽ 2,86,255 പേരാണ് രോഗമുക്തരായത്. ഇപ്പോൾ ചികിത്സയിലുള്ളത് 21,815 പേരാണ്. ഇവരിൽ 11,582 പേരുടെ നില ഗുരുതരമാണ്. കുവൈറ്റിൽ ഇന്ന് 674 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 616 പേരാണ് ഇന്ന് രോഗമുക്തരായത്. ഇന്ന് ഒരു കോവിഡ് മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ രാജ്യത്തെ മൊത്തം കോവിഡ് മരണസംഖ്യ 522 ഉയർന്നു. 4,191 പേരെ പരിശോധനയ്ക്ക് വിധേയരാക്കിയതിലാണ് 674 പേർക്ക് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. രാജ്യത്ത് ഇതുവരെ 6,03,604 പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിൽ 82,945 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇവരിൽ 74,522 പേരും രോഗവിമുക്തരായി. UAE-യിൽ ഇന്ന് 390 പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചു. ചികിത്സയിലായിരുന്ന 379 പേർ രോഗമുക്തി നേടുകയും ചെയ്തു. ഇന്ന് ഒരു കോവിഡ് മരണമാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്ന് ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു. UAE-യിൽ ഇതുവരെ 68,901 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതിൽ 59,861 പേർ ഇതിനോടകം രോഗമുക്തി നേടി. 379 പേരാണ് ആകെ രാജ്യത്ത് കോവിഡ് ബാധിച്ച് മരണപ്പെട്ടിട്ടുള്ളത്. നിലവിൽ 8,661 കോവിഡ് രോഗികളുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 79,680 കോവിഡ് പരിശോധനകളാണ് UAE-യിൽ നടത്തി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നു. കുവൈറ്റിൽ സർക്കാർ അനുവദിച്ച പൊതുമാപ്പ് ആനുകൂല്യം പ്രയോജനപ്പെടുത്താത്ത 75,000-ലേറെ കുടിയേറ്റ നിയമലംഘകരെ പിടികൂടാൻ കർശനമായി നടപടികൾക്ക് സർക്കാർ നീക്കങ്ങൾ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി ഒളിവിൽ കഴിയുന്ന താമസ കുടിയേറ്റ നിയമലംഘകർക്കായി സുരക്ഷാ ക്യാമ്പയിനുകൾ ഉടൻ ആരംഭിക്കുമെന്നും ഉന്നത സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചു. വിദേശികൾ തിങ്ങിവസിക്കുന്ന പാർപ്പിട മേഖലകളിൽ ഒളിച്ചു താമസിക്കുന്ന ഇവരെ പിടികൂടാൻ രാജ്യവ്യാപകമായി മിന്നൽ പരിശോധനയ്ക്കും ആലോചിക്കുന്നുണ്ട്. അതേസമയം രാജ്യത്ത് നിലവിലുള്ള കോവിഡ് പ്രതിരോധ നടപടികളുടെ ഭാഗമായി നിലവിലുള്ള നിയന്ത്രണങ്ങൾ ഘട്ടം ഘട്ടമായി പിൻവലിക്കുകയും വിമാന സർവീസ് പൂർവ്വസ്ഥിതിയിലാക്കുന്നതോടെ നിയമലംഘകർക്കായുള്ള തിരച്ചിലും ആരംഭിക്കുന്നതായിരിക്കും. ചില്ലറ വ്യാപാര സ്ഥാപനങ്ങളിൽ ഇലക്ട്രോണിക് പേയ്മെന്റ് നിർബന്ധമാക്കിയതായി സൗദി വാണിജ്യ മന്ത്രാലയം വ്യക്തമാക്കി. വീട്ടുപകരണങ്ങൾ, ബിൽഡിംഗ് മെറ്റീരിയൽസ് തുടങ്ങി വിവിധ സ്ഥാപനങ്ങളിലാണ് ഓൺലൈൻ പേയ്മെന്റ് സംവിധാനം നിർബന്ധമാക്കിയത്. ഇത്തരം സ്ഥാപനങ്ങളെ കുറിച്ച് ഉപഭോക്താക്കൾക്ക് മന്ത്രാലയം നിർദ്ദേശിച്ച നമ്പറിൽ പരാതിപ്പെടാനും അവസരമുണ്ട്. കുവൈറ്റിൽ സന്ദർശന വിസ ഉൾപ്പെടെ എല്ലാവിധ വിസകളുടെയും കാലാവധി 3 മാസം കൂടി നീട്ടി നൽകുന്നതിന് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചു. ഇതനുസരിച്ച് വിസ കാലാവധി അവസാനിച്ചവരുടെ താമസരേഖ നവംബർ 30 വരെ ദീർഘിപ്പിച്ചുകൊണ്ടുള്ള സർക്കാർ വിജ്ഞാപനം ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കി. ആഭ്യന്തര മന്ത്രാലയത്തിലെ കമ്പ്യൂട്ടർ സംവിധാനത്തിൽ രാജ്യത്ത് കഴിയുന്ന വിസ കാലാവധി അവസാനിച്ചവരുടെ താമസരേഖ 3 മാസത്തേക്ക് പുതുക്കി നൽകുന്നതാണ്. എല്ലാ വിസകളുടെയും കാലാവധി നവംബർ 30 വരെ സ്വമേധയാ ദീർഘിപ്പിച്ചുകൊണ്ടുള്ള വിജ്ഞാപനമാണ് ഇന്ന് ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ക്യാബിനറ്റ് അഫയേഴ്സ് സഹമന്ത്രിയുമായ അനസ് അൽ സാലിഹ് പുറപ്പെടുവിച്ചത്. ഓൺലൈൻ വിദ്യാഭ്യാസം നടത്തുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ അനുമതി നൽകി. ദുബായിലെ സർക്കാർ ജീവനക്കാർക്കാണ് ഈ ആനുകൂല്യം ലഭ്യമായിരിക്കുന്നത്. ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. 9ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ അമ്മമാർക്കാണ് വർക്ക് ഫ്രം ഹോം സംവിധാനത്തിലൂടെ ജോലി ചെയ്യാൻ അനുമതി ലഭിക്കുക. കുട്ടികളെ നോക്കാൻ മറ്റാരുമില്ലെങ്കിൽ പുരുഷ ജീവനക്കാർക്കും ഈ ആനുകൂല്യം ലഭ്യമായിരിക്കും. കുവൈറ്റിൽ പ്രവാസി ഇന്ത്യക്കാരനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ജലീബ് അൽ ഷുയൂക്കിലാണ് സംഭവം. വിവരം ലഭിച്ചതനുസരിച്ച് സുരക്ഷാ വിഭാഗം ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയായിരുന്നു. ബാത്റൂമിനുള്ളിൽ വസ്ത്രത്തിൽ തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. കുവൈറ്റിൽ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെട്ട 2ാമത്തെ ആത്മഹത്യയാണിതെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഫിലിപ്പൈൻസ് സ്വദേശിയായ പ്രവാസിയാണ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത മറ്റൊരാൾ. കഴുത്തിൽ കുരുക്കിട്ട് കെട്ടിടത്തിന്റെ 5ാം നിലയിൽ നിന്ന് താഴേക്ക് ചാടുകയായിരുന്നു ഇയാൾ.
കോവിഡിനെ തുടർന്ന് ജോലി നഷ്ടപ്പെട്ട ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്ന നടപടികൾ ഊർജിതമായി പുരോഗമിക്കുകയാണെന്ന് ദുബായ് ഇന്ത്യൻ കോൺസൽ ജനറൽ ഡോക്ടർ അമൻ പുരി അറിയിക്കുകയുണ്ടായി. ആയിരക്കണക്കിന് ഇന്ത്യക്കാർ ജോലി നഷ്ടപ്പെട്ടോ ബിസിനസ് പ്രതിസന്ധിയിലായോ UAE-യിൽ ബുദ്ധിമുട്ട് നേരിടുകയാണ്. കോവിഡ് സൃഷ്ടിച്ച ഈ പ്രതിസന്ധി മറികടക്കാൻ ഇന്ത്യൻ സർക്കാർ UAE ഭരണകൂടവുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണെന്നും ഡോക്ടർ അമൻ പുരി പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കുകയായിരുന്നു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഇതുവരെ അടച്ചിട്ടിരുന്ന രാജ്യത്തെ പള്ളികൾ ഘട്ടം ഘട്ടമായി തുറക്കുവാൻ സുപ്രീം കൗൺസിൽ ഫോർ ഇസ്ലാമിക് അഫയേഴ്സ് തീരുമാനിച്ചതായി ബഹ്റൈൻ അറിയിച്ചു. ഇതനുസരിച്ച് ഇന്നു മുതൽ വിശ്വാസികൾക്ക് പള്ളികളിൽ നിസ്കാരം അനുവദിക്കും. രാജ്യത്ത് കോവിഡ് വ്യാപനം കുറഞ്ഞു വരുന്ന സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം. ആദ്യഘട്ടത്തിൽ പള്ളികളിൽ സുബഹ് നമസ്കാരം മാത്രമാണ് അനുവദിക്കുക. പുരുഷന്മാർക്ക് മാത്രമാണ് അനുവാദം ഉള്ളത്. എന്നാൽ ജുമുഅ നമസ്കാരം അൽ ഹത്തേഹ് ഗ്രാൻഡ് മോസ്കിൽ മാത്രമായിരിക്കും നിയന്ത്രണ വിധേയമായി അനുവദിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.